രണ്ടും ഒരേ കണക്കുള്ള റെഡിയാണ്, ഇരട്ട പറ്റാണക്കിരിക്കും കേട്ടോ. രണ്ടും ഒരു വർഷമാണ്. ഇത് മൂന്നാമത്തെ ഓണർ, ഇത് ഫസ്റ്റ് ഓണർ. 2010 പെട്രോള് സ്പോർട്സ് വണ്ടി, i10 പെട്രോള്, i20 പെട്രോള്, i10 ഓട്ടോമാറ്റിക് സ്പോർട്സ്. ഓണർഷിപ്പ് 55,000 കിലോമീറ്റർ. ഫസ്റ്റ് ഓണർ ചെയ്തപ്പോൾ സെക്കൻഡ് ഓണർ ആക്കി. 2005 VXI സ്വിഫ്റ്റ്. ഓണർഷിപ്പ് എത്ര? മെനങ്ങാന്ന് റീടെസ്റ്റ് കഴിഞ്ഞ്. ഓണർഷിപ്പ് കൂടുതലാണ് നോക്കണ്ട. വണ്ടി ഹൈ. ഹായ് ഫ്രണ്ട്സ്, ധനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് തിരുവനന്തപുരം ജില്ലയായ കല്ലമ്പലത്ത് തട്ടുപാലം ഈഞ്ചവള യൂസ്ഡ് കാസിലാണ് വന്നേക്കുന്നത്. നമ്മളെ സലീമൊക്കെ അടുത്താണ് വന്നേക്കുന്നത്. 10-20 വണ്ടിയോളം സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. സാധാരണക്കാർക്കായിട്ടുള്ള ടൈപ്പ് വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. ചെറുതും വലുതും മീഡിയം ഒക്കെ ആയിട്ടുള്ള വണ്ടികൾ കിടപ്പുണ്ട്. വോക്സ്വാഗൻ്റെ വണ്ടി അടക്കമുള്ള വലിയത് നോക്കുന്ന ഒരുവിധം വലുത് നോക്കി എടുക്കാൻ ഒരു 3-3.5 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നവർക്കും അതിൽ താഴോട്ടുള്ളവർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കിയിട്ട് വരാം. ബാ. അപ്പോൾ ഇക്ക നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? കാര്യങ്ങൾ ഉഷാറല്ലേ? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടം കണ്ടില്ലേ, സനൂപിന്റെ വീഡിയോയിലുള്ള ഒരു വണ്ടി അങ്ങാണ്ടേ ഉള്ളെന്ന് തോന്നുന്നു. ബാക്കിയല്ല SX4 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോയിൽ എത്ര രൂപയുള്ള വണ്ടികളാണ് ഉള്ളത്? 40 രൂപയോളമുണ്ട്. 40 രൂപ. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയണ്ട, വീഡിയോയിലോട്ട് പോകാം. ബാക്കി കാര്യങ്ങളൊക്കെ പോകുമ്പോഴേ സംസാരിക്കും. ഓക്കെ. 2014 VXI സ്വിഫ്റ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ്. 36,000 കിലോമീറ്റർ. ആക്സിഡന്റോ റീപ്ലേസോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി. ഇത്ര ഓടിയിട്ടുള്ള? 14 ജെന്യൂൻ കിലോമീറ്റർ ആണ്. ജെന്യൂൻ കിലോമീറ്റർ. ഓക്കെ, വണ്ടിക്കകം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. വേറെ കംപ്ലൈൻസ് റീപ്ലേസ് ഇല്ല. സീറ്റ് കവേഴ്സ് ആയിട്ട് ചെയ്തിട്ടില്ല. ക്വാളിറ്റി വണ്ടി. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ ടയറെല്ലാം കൊള്ളാം. അതൊന്നും കുഴപ്പമില്ല. വലിയ കളർ ഫെയ്ഡ് ഒന്നും വന്നിട്ടില്ല. റെഡ് ഒന്നും വന്നിട്ടില്ല. അങ്ങനെ സംഭവിച്ചിട്ടില്ല. നല്ല വണ്ടി സനൂപേ. ഒരു പുതിയ വണ്ടിയൊക്കെ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് എടുത്ത് യൂസ് ചെയ്യാം. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. 3.25 രൂപയ്ക്ക് കൊടുക്കാം. VXI വണ്ടി 36,000 കിലോമീറ്റർ സിംഗിൾ ഓണർ കേട്ടാ. സിംഗിൾ പെട്രോളാണ്. പെട്രോള് 2014 അൾട്ടോ 800 64,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ. ക്ലീൻ വണ്ടി. ടച്ച് പോളിഷും കഴിഞ്ഞ് വന്നതേ ഉള്ളു. പാച്ച് വർക്കില്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഒന്ന് വൃത്തിയാക്കാനുണ്ട്. ഓക്കെ. പെയിന്റ് കഴിഞ്ഞ് വന്നേ ഉള്ളു. ഒരു സ്ക്രാച്ചോ ഡെന്റോ ഒന്നുമില്ല. പുതിയ വണ്ടി പോലെ ഇരിക്കും. കളർ ഫെയ്ഡ് സെക്കൻഡ് ഓണർ. ആ രീതിയിൽ വണ്ടി കൊള്ളാം. 14 ആക്സിഡന്റോ റീപ്ലേസോ ഒന്നുമില്ല കേട്ടോ. എത്ര ചോദിക്കുന്നത്? 165 കൊടുക്കാൻ പറ്റും. 165 ലാസ്റ്റ് ആണ്. അതെ. ലാസ്റ്റ് നല്ല വണ്ടി സനൂപ്. ഇതൊക്കെ 185 മാർക്കറ്റിലുള്ള നല്ല വണ്ടി. ടൊയോട്ട കൊറോള 2007. ചെറിയ അടിപിടിയുണ്ട്. ഒരു നോട്ട്ബുക്കിൻ്റെ വലുപ്പത്തിനുള്ളൊരു പാച്ച് വർക്ക് അടിയിലുണ്ട്. ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെതായ വില കുറച്ച് കൊടുക്കാൻ പറ്റും. എൻജിനും മറ്റുമൊക്കെ നല്ല ഹൈ ക്വാളിറ്റി, ബോഡിയൊക്കെ കൊള്ളാം. ചെറിയൊരു പാച്ച് വർക്ക് ഉണ്ട്. ഓണർഷിപ്പ് എത്ര ഉണ്ട്? ഓണർഷിപ്പ് എത്രയാണെന്ന് നോക്കിയില്ല. ഇപ്പോൾ വന്നതേ ഉള്ളൂ. 10 മിനിറ്റ് ആവേ ഉള്ളൂ. ബാക്ക് സൈഡൊക്കെ സെക്കൻഡോ തേർഡോ ആവാനാണ് സാധ്യതയെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ടോപ്പിൻ്റെ വണ്ടി. പെട്രോളാണ്. പെട്രോള് കൊറോള. എത്ര ചോദ്യം? 1 രൂപയ്ക്ക് കൊടുക്കാം. 1 രൂപ. ഈ പറഞ്ഞ കംപ്ലൈന്റ് അല്ലാതെ റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇത് പഴയ വണ്ടിയല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല വണ്ടി. ഫസ്റ്റ് ഓണർ LX ആൾട്ടോ. നല്ല വണ്ടി. ബോണറ്റിലൊക്കെ എത്തി പെയിന്റിന്റെ ഒരു വിഷയമുണ്ട് കേട്ടോ. വണ്ടി ഓടിക്കാനൊക്കെ നല്ല വണ്ടി. ടയറുണ്ട്, വേറെ കുഴപ്പങ്ങളില്ല. ഒരു കൊച്ചു ഫാമിലിക്ക് പറ്റിയ വണ്ടി കേട്ടോ. കട്ട ടയറുമില്ലാണോ? ഒരു ടയർ ഏതോ കട്ട പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. 53 രൂപ വിലയുള്ളു. നല്ല വണ്ടി കേട്ടോ. വണ്ടിക്ക് അകമൊക്കെ നല്ല വൃത്തിയായിട്ടാണ്. നല്ല വൃത്തി. അകവും പുറമൊക്കെ നല്ല. പെയിന്റ് നോക്കണ്ട. ബാക്കി മെക്കാനിക്കലി ഒക്കെ നല്ല ക്വാളിറ്റിയാ വണ്ടി. ചെറിയ വിലയ്ക്ക് ആർക്കെങ്കിലും ഒക്കെ എടുത്ത് പഠിക്കാനോ യൂസ് ചെയ്യാനോ ഒക്കെ നല്ല കൊച്ചു കുടുംബത്തിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ ടച്ച് ആൻഡ് പോളിഷിന്റെ പരിപാടി ചെറിയ ഒരു വിഷയമാണ്. എത്ര ചോദിക്കുന്നത്? 53 രൂപ. 53. 2005 VXI സ്വിഫ്റ്റ്. ഓണർഷിപ്പ് എത്ര? മെനങ്ങാന്ന് റീടെസ്റ്റ് കഴിഞ്ഞ്. ഓണർഷിപ്പ് കൂടുതലാണ് നോക്കണ്ട. വണ്ടി ഹൈ ക്വാളിറ്റി. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കും. ഒരു കുഴപ്പമില്ലാത്ത നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ഇന്നലെ ആയിരുന്നോ ടെസ്റ്റ്? മെനങ്ങാന്ന്. 2030 വരെ എല്ലാം ഉണ്ട് കേട്ടോ.
1,35,000 രൂപയ്ക്ക് കൊടുക്കും. പുതിയ വണ്ടി എങ്ങനെ ഇരിക്കും അത് കണക്കിരിക്കും. ബ്ലാക്ക് സ്റ്റിക്കറാണ്. സ്റ്റിക്കറോ പെയിന്റോ എന്തോ ആണ്. ടയറെല്ലാം നല്ല ടയർ, ക്വാളിറ്റി വണ്ടി. ഇത് പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടി. ZXi ABS എയർ ബാഗ്, ഒരു പോറൽ പോലും ഇല്ല. നല്ല ഹൈ ലുക്ക്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല, ഒന്നുമില്ല. നല്ല വണ്ടി. 1,35 വില. ഇതിൻ്റെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, കടയിൽ കയറ്റിയില്ലായിരുന്നു. 2015 വെൻഡോ, 115 കിലോമീറ്റർ, 3rd ഓണർ. നല്ല ക്വാളിറ്റി വണ്ടി, ഹൈ ക്വാളിറ്റി വണ്ടി. ഞാൻ ഇലക്ഷന് മുഴുവൻ ഈ വണ്ടിയാണ് യൂസ് ചെയ്തത് കേട്ടോ. ഇലക്ഷന് തോറ്റ കാര്യം അവരൊക്കെ അറിഞ്ഞായിരുന്നാ? തോറ്റുപോയി. അപ്പം നല്ല വണ്ടി. തോൽവി വിജയത്തിന്റെ 3 രൂപയ്ക്ക് കൊടുക്കാം. 3 രൂപ. തോറ്റെന്ന് വിചാരിച്ചേ. ക്വാളിറ്റി വണ്ടി. നമ്മൾ ജയിച്ചല്ലോ, പ്രചാരണത്തിലും മറ്റും എല്ലാം ജയിച്ച്. മത്സരം എന്ന് പറയുന്നത് തോക്കാൻ ആളുള്ളതുകൊണ്ടാണല്ലോ. തോക്കുകയും വേണം ജയിക്കുകയും വേണം, ആൾക്കാർ രണ്ടും വേണമല്ലോ. എത്ര ചോദിക്കുന്നത്? 3 രൂപ. 3 രൂപ. 2010 പെട്രോള് സ്പോർട്സ് വണ്ടി. i10 പെട്രോള്, i20 പെട്രോള്. നല്ല ക്വാളിറ്റി വണ്ടി. റീടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. 2030 വരെ എല്ലാം ഉണ്ട്. 1,65 വില. 1,65. അതെ. ഇത് മൈലേജ് ഒരു 13-14 റോഡനുസരിച്ച് കൂടെ ഒക്കെ ചിലപ്പം വരും. ക്വാളിറ്റി വണ്ടി. ഒരു ഒന്നും കാണുന്നില്ല. വണ്ടി i20 ആണ്. i20 പെട്രോള്. പാച്ച് വർക്കില്ല. നല്ല വണ്ടി. ഏത് വർഷമായിരുന്നു? 2010. ഇപ്പൊ റീടെസ്റ്റ് കഴിഞ്ഞത്. 2030 വരെ പേപ്പർ ഉണ്ട്. എല്ലാം ക്ലിയർ. ടയറുണ്ട്. സ്പോർട്സ് ആണ്. i20 ഡീസൽ 2011. 1 വർഷത്തോളം റീടെസ്റ്റിനുണ്ട്. ഓണർഷിപ്പ് 5 ആയി. 95,000 കിലോമീറ്റർ. നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. ഓണർഷിപ്പ് 5 ആയതുകൊണ്ട് പേടിക്കേണ്ട. വണ്ടി ഓടിക്കാനും മറ്റുമൊക്കെ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ഒരു കുഴപ്പമില്ല. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലല്ലേ? ഇതും ഡീസൽ ആസ്തയാണ്. ഡീസലാണോ? ഡീസലും ഉണ്ട്. ഡീസൽ. ഇത് ആസ്തയല്ലേ? ആസ്തയാണ്. 18 രൂപയൊക്കെ മൈലേജ് കാണും. റീപ്ലേസ് ഏതാണ്ട് ഒന്നുമില്ല. നല്ല വണ്ടി. ഓടിക്കാനൊക്കെ നല്ല സുഖമുള്ള നല്ല വണ്ടി. ചോദ്യം എത്രയായിരുന്നു? 1,65 അല്ലേ? 1,65. ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം കൊള്ളാം അല്ലേ? നല്ല ടയർ. അതെ, നല്ല ടയർ വണ്ടി. ടോട്ടലി നല്ല വണ്ടി. കിഡ് ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് എത്രയാണ്? 55,000 കിലോമീറ്റർ. 3rd ഓണർ. നല്ല ക്വാളിറ്റി വണ്ടി. ടയേഴ്സ് കൊള്ളാം. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. 2,60 വില. വണ്ടി നല്ല വണ്ടി. പാച്ച് വർക്കോ മറ്റു ഡെൻറ്റോ ഒന്നുമില്ല. ക്വാളിറ്റി വണ്ടി. ഓട്ടോമാറ്റിക്. 55,000 കിലോമീറ്റർ. 3rd ഓണർ. വരുന്നത് തന്നെയല്ലേ? ആൻഡ്രോയിഡൊക്കെ തന്നെ. സീറ്ററൊക്കെ ഇട്ട് വണ്ടി അത്യാവശ്യം വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ടയേഴ്സും കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? 2,65. 2,65. വേറെ പറയത്തക്ക അപാകതകൾ? പറയത്തക്ക അല്ല, ചെറിയ അപാകതയില്ല. 2 ഒരേ കണക്കുള്ള റെഡിയാണ്. ഇരട്ട പറ്റാണക്കിരിക്കും കേട്ടോ. 2 1 വർഷമാണ്. ഇത് 3ാമത്തെ ഓണർ. ഇത് ഫസ്റ്റ് ഓണർ. ഇത് ഫസ്റ്റ് ഓണർ. ഇത് കിലോമീറ്റർ 48. അത് 31. 38 ഫസ്റ്റ് ഓണർ അല്ലേ? ഇത് ഫസ്റ്റ് ഓണർ. ഇത് ഫസ്റ്റ് ഓണർ. 1,60 വില. 1,60. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നല്ല വണ്ടി. കുറഞ്ഞ വിലയ്ക്ക് നല്ല മോഡലുള്ള വണ്ടി. ആർക്കെങ്കിലൊക്കെ എനിക്കൊന്ന് ഫുൾ CCയും കിട്ടുമെന്ന്. 2-നും കിട്ടും കേട്ടാ. അപ്പോൾ 2 നല്ല ഷോറൂമിൽ കിടക്കുന്ന പുതിയ വണ്ടി പോലെ. ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്, അല്ലാതെ വേറെ വലിയ വിഷയങ്ങളൊന്നുമില്ല. മെക്കാനിക്കലി ഒക്കെ എല്ലാം നല്ല വണ്ടികൾ. ഇത് 1,65. 1,60. 1,60. അതെ. 2 ഒരേപോലത്തെ വണ്ടി തന്നെ. അത് പ്രത്യേകിച്ചൊന്നുമില്ല പറയാൻ. ഇത് കിലോമീറ്റർ എന്തോ ഓടി? അത് 38 മറ്റോ ആണ്. 38. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ചീത്തയാതൊക്കെ മാറ്റി കാണും, അല്ലാതെ അതൊക്കെ അത് മാറ്റണമല്ലോ. വണ്ടിക്ക് ആകമൊക്കെ വൃത്തിയായിട്ടിരിപ്പുണ്ട്. 2 ഡോർ പവർ വിൻഡോസ് ആണല്ലേ? അതെ. ഓക്കെ. ഇതും 1,60. 1,60. 2 ഒരേ വില. നല്ല പുതിയ വണ്ടി പോലെ ഇരിക്കും 2. 2016 ഇയോൺ. 58,000 കിലോമീറ്റർ. ഫസ്റ്റ് ഓണർ. 1,70 വില. നല്ല വണ്ടി. ഒരു സ്ക്രാച്ചോ ഡെൻറ്റോ ഒന്നുമില്ലാത്ത നല്ല വണ്ടി. ടയർ കൊള്ളാം. ടോട്ടലി നല്ല വണ്ടി. വണ്ടിക്കകം കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. അത്യാവശ്യമല്ല, നല്ല വൃത്തിയുണ്ട്. ചെറിയായിട്ടൊന്ന്. എല്ലാം പഴയ വണ്ടികളല്ലേ, അങ്ങനെ വെച്ച് നോക്കുമ്പോഴേ ഹൈ ക്വാളിറ്റിയാ. പുതിയതല്ലല്ലോ. അതാണ് പുതിയതല്ല. ടയേഴ്സ് കുഴപ്പമില്ല. 1,60. 1,70.
2011 അൾട്ടോ LXi 75,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ, 1.5 വില. 1.5 വില. ലാസ്റ്റ് ഒരു രൂപയ്ക്ക് പോവൂ? ഇത് മിക്കവാറും ലാസ്റ്റ് 1 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്നു. ഒന്നല്ല അതിൽ 1 രൂപയ്ക്ക് കൊടുക്കാം. ഓക്കെ, വണ്ടിക്കകം കുഴപ്പമില്ല, വൃത്തിയുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ചീത്തയായത് മാറ്റി എന്നുള്ളതല്ല. ആക്സിഡന്റ് മാത്രമേ റീപ്ലേസിലൂടെ കൂട്ടൂ, ബാക്കിയെല്ലാം ചീത്തയായത് റീപ്ലേസ് ചെയ്തേക്കും. ഓക്കെ, 1 രൂപ. 1 രൂപ. 1.5 1 രൂപയ്ക്ക് കൊടുക്കാതെ. അവസാനം ഇഞ്ചക്ടർ AC മാരുതി കാർ, നല്ല ക്ലീൻ വണ്ടി, ക്ലീൻ വണ്ടി കേട്ടോ. 47 രൂപ വില. 2006 ലാസ്റ്റ് ഇഞ്ചക്ടറാണ്. AC ആണ്, നല്ല ക്ലീൻ വണ്ടി. AC ഒക്കെ വർക്ക് ചെയ്യും. എല്ലാം വർക്കാണ്. അകവും പുറവും കാണാൻ നല്ല വൃത്തിയാണ്. കിലോമീറ്റർ ജെന്യൂൻ പറയാൻ പറ്റത്തില്ല. അതൊന്നും അറിയാൻ പറ്റില്ല. വണ്ടി നിലവിൽ നല്ല വണ്ടി. എടുത്തോണ്ട് പോണവരാരും ഈ ഇപ്പം എഞ്ചിന്റെ കാര്യം ഓർമ്മിച്ചൊന്നും വിഷമിക്കേണ്ട. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ ലാസ്റ്റ് പറയാം. ഓക്കെ, ഇതെന്താണ്? അത് പെയിന്റുകളായി പോയത്. ചെറിയ പരിപാടിയുണ്ട്. എത്ര? 47 വണ്ടി. 47 രൂപ. 47. 2007 AC ഉള്ള അൾട്ടോ. 2007 നല്ല ക്ലീൻ വണ്ടി. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് 3 ആണെന്ന് തോന്നുന്നു. 3. വണ്ടിക്കകമൊക്കെ കുഴപ്പമില്ല. അകവും പുറവും കാണാൻ നല്ല വണ്ടി. 68 രൂപ. 68 രൂപ. ഇതിന്റെ പേപ്പറൊക്കെ ഇനി എത്ര ആളുണ്ട്? എല്ലാം 27 വരെയുണ്ട്. 2 വർഷത്തോളം. 2 വർഷം. ഇപ്പൊ 25, 26, 25 തീർന്നു. ഇനി 25 പറയില്ലേ തന്നെ. അതൊക്കെ ശരിയല്ല. i10 ഓട്ടോമാറ്റിക് സ്പോർട്സ്. ഓണർഷിപ്പ് എത്ര? 55,000 കിലോമീറ്റർ. ഫസ്റ്റ് ഓണറിൽ നിന്ന് ഇപ്പോൾ സെക്കൻഡ് ഓണർ ആക്കി. അണ്ണൻ്റെ തന്നപ്പോൾ സെക്കൻഡ് ആയതാണ്. അതെ. അങ്ങനെ. ഓക്കെ, നിലവിൽ സെക്കൻഡ് ഓണറാണ് ബുക്കിൽ കേട്ടോ. ഫസ്റ്റ് ആയിരുന്നു, ഇപ്പോൾ ഒന്ന് മാറി സെക്കൻഡായി. 55,000 കിലോമീറ്റർ. നല്ല ക്വാളിറ്റി വണ്ടി. ഷോറൂമിൽ കിടക്കുന്ന പോലെ ഇരിക്കും. 255 വില. 255. 4 പവർ വിൻഡോസ് ആണല്ലേ? 4 പവർ വിൻഡോസ്. അതെ. ഏറ്റവും കൂടിയ വണ്ടി സ്പോർട്സ്. നല്ല വണ്ടി സ്പോർട്സ് ഓട്ടോമാറ്റിക്. ഇതുകൊണ്ട് കിഡുകൊണ്ട് ഇപ്പോൾ ഒരു വാഗണാർ വരും. 2018 വാഗണാർ ഇപ്പം വരും. ഇത് 2030 വരെ പേപ്പറുള്ള മാരുതി 800 കാർബറേറ്റർ വണ്ടിയാണ്. 5 വർഷം പേപ്പറുണ്ട്. പേപ്പറിൻ്റെ പൈസയേ ഉള്ളു. 38 രൂപയായിരുന്നു. ഇപ്പോൾ എന്തൊക്കെയോ പണികൾ ചെയ്ത് 40 രൂപയ്ക്ക് കൊടുക്കാം. 40. നല്ല വണ്ടി ഓടിക്കാനൊക്കെ കേട്ടോ. ഇത് 5 വർഷം പേപ്പർ. വർക്കിംഗ് കണ്ടീഷനൊക്കെ കറക്റ്റാണ്. എല്ലാം ഒരു കുഴപ്പമില്ല. പാച്ച് വർക്കോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, 40 രൂപ. 2011 ഡീസൽ സ്വിഫ്റ്റ് ആണ്. VDI അലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് ലാസ്റ്റ് 4 ഓണർ, 122 കിലോമീറ്റർ. വില 145. 145. ന്യൂ ഷേപ്പ് വണ്ടി. 245. വില 245 ആണ്. 145 അല്ല, 245. ന്യൂ ഷേപ്പ് വണ്ടിയാണ്. കുഴപ്പമില്ല. സീറ്റ് കവാസായിട്ട് ചെയ്തില്ല. ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. വണ്ടിയുടെ ബോഡി ചെറിയൊരു ചണക്ക് അങ്ങനെയുള്ള, അല്ല വേറെ വലിയ കംപ്ലൈൻസ് ഒന്നും കാണുന്നില്ല. കൃത്യമായിട്ട് ഇപ്പോൾ 7 സീറ്റർ എല്ലാവരും ചോദിക്കാറുണ്ട്. റിനോൾട്ട് ലോഡ്ജി 7 സീറ്റർ, 3rd ഓണർ, 122 കിലോമീറ്റർ. വില 330. നല്ല വണ്ടി കേട്ടോ. 1 ലക്ഷം കഴിയുമ്പോൾ അതിൻ്റെ സർവീസ്, അതൊക്കെ സർവീസ് കമ്പനി സർവീസ് വണ്ടിയാണ്. ആണോ? കമ്പനി സർവീസ് വണ്ടിയാണ്. ഒരു കുഴപ്പമില്ല. നല്ല വണ്ടി. പണികളൊക്കെ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കുറഞ്ഞ വിലയ്ക്കുള്ള 7 സീറ്റർ മോഡലും ഉണ്ട്. നല്ല മൈലേജ് ഒക്കെയാണിത്. ഏറ്റവും കുറഞ്ഞ 14 മൈലേജ് കിട്ടും ഏത് റഫ് റോഡിലും. പിന്നെ 17 വരെ നല്ല റോഡാണെങ്കിൽ കിട്ടും. ആക്സിലൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയാണ്. നല്ല സീറ്റ് കവേഴ്സ് കിടക്കുന്നുണ്ട്. ഇരുട്ടായിപ്പോയി. വണ്ടി കാണാൻ പറ്റുന്നില്ല. ഇവിടെ ചെറിയ സ്ക്രാച്ച് ഉണ്ട്. അതിപ്പോൾ എൻ്റെ നിന്ന് പറ്റിയതാ, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. എല്ലാ വണ്ടി എടുത്തുകൊണ്ട് പോയാ? ഓക്കെ. ഇത് എത്ര ചോദിക്കുന്നത്? അത് 330 കൊടുക്കാം. എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം? ഇതെന്താ ലോൺ കിട്ടിയേ പറ്റുള്ളൂ? ലോണ് അതൊക്കെ ഫുൾ എമൗണ്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. കിട്ടും, ഫുൾ എമൗണ്ട് കിട്ടും. ചിലപ്പോൾ ഒത്തിരി അങ്ങനെ അടയ്ക്കേണ്ടി വരും. 2018 ഓട്ടോമാറ്റിക് വാഗണാർ, സിംഗിൾ ഓണർ, 1.5 ഓടിയിട്ടുണ്ട്. ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നുമില്ല. $3,60,000 രൂപ വില.
ചോദിച്ചു, ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു വിജയം ജയിക്കുമെന്നല്ലേ. ഞാനും അവസാനം പ്രതീക്ഷിച്ചു. ആദ്യം ഇറങ്ങിയ സമയത്ത് ഇപ്പം നമ്മൾ നാട്ടിൽ കൊണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മൾ കാലത്തെ എന്ന് വിളിച്ച് കടയിൽ വരെയും വൈകുന്നേരം വീട്ടിൽ പോവുകയും ചെയ്താൽ നമ്മൾ ഉള്ള കാര്യം നമ്മളെ നാട്ടുകാർക്ക് പോലും അറിയില്ല. അപ്പോൾ ഒന്ന് അറിയിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. പക്ഷേ അവസാനമൊക്കെ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷേ വളരെ മാന്യമായ വീഡിയോസ് ഒക്കെ ഇറക്കിയായിരുന്നില്ലേ? ഓ, ഞാൻ കണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. സനീപ, പിന്നെ അതൊക്കെ പോട്ട് നമ്മളെ ഇതുവരെ നമ്മൾ കഴിഞ്ഞതിനൊക്കെ ഒരുപാട് വണ്ടികൾ 10-70 വണ്ടികൾ ഇപ്പം കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഇത് കംപ്ലൈൻറ്റ് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്ന് പറയണം. എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ പറയണം. 3-4 വിഷയങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ മാന്യമായിട്ട് പരിഹരിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2007 ഒരു സാൻഡ്രോ കൊടുത്തതിൽ മാത്രം എന്തോ സ്റ്റാർട്ടാവുന്നില്ല എന്നുകൊണ്ട് പറഞ്ഞ് ഞാനത് കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ കാണിക്കാൻ പറഞ്ഞ് അദ്ദേഹത്തിന് ഒത്തില്ല. അങ്ങനെ ഒരു കേസ് മാത്രമേ എൻ്റെ നിലവിലുള്ള വിഷയമായിട്ടുള്ളൂ. അല്ലാതെ വേറെ ഒരു വിഷയമല്ല. നിങ്ങൾ വരുന്നവർക്ക് ഗ്യാരൻ്റി ആയിട്ട് വന്ന് എടുക്കാം. ഞാൻ തന്ന എഞ്ചിനോ മറ്റു വിഷയങ്ങൾക്കോ എന്തെങ്കിലും ആയിപ്പോയാൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. എന്നെ വിളിച്ചാൽ പരിഹരിച്ചില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിലും ഏറ്റവും നല്ല വണ്ടി നോക്കിയും പെയിൻറ്റിലൊക്കെ സ്ക്രാച്ചസും മറ്റൊക്കെ ഉണ്ടെങ്കിലും മെക്കാനിക്കലി എഞ്ചിന് പരമായിട്ടൊക്കെ ഞാൻ അതിൻ്റെ ഗ്യാരൻറ്റി തരാം. അതെൻ്റെ അനുഭവ പരിചയം വെച്ചുള്ള ഗ്യാരൻറ്റിയാണ് തരുന്നത്. എന്ന് വെച്ചാൽ എല്ലാം പുതിയ വണ്ടിയൊന്നുമല്ല. അതി പൈസ കരുതി വെച്ചിട്ടേ വണ്ടികൾ എടുക്കാവൂ. അതൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. നമുക്ക് അത്രത്തോളമൊന്നും. പക്ഷേ എഞ്ചിനൊക്കെ എന്തെങ്കിലും പറ്റിയാൽ, ഇപ്പോൾ ഒരു പാവങ്ങൾ എടുത്തുകൊണ്ട് പോയി എഞ്ചിൻ പറ്റി, അവർക്ക് ചിലപ്പം ആകെ കടം മേടിച്ച പൈസക്കൊക്കെ ആയിരിക്കും വണ്ടി എടുക്കുന്നത്. അത് അവർക്ക് ചിലപ്പം മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അത് ഞാൻ ഹെൽപ്പ് ചെയ്ത് അത് ശരിയാക്കി കൊടുക്കും. അപ്പോൾ കാണുന്ന സാഹചര്യം അനുസരിച്ച് ഞാൻ പരിഹാരം കണ്ടുകൊടുക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ കംപ്ലയിൻറ്റുകൾ വലുത് നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ മറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിലോ ഒന്നും സംഭവിച്ചിട്ടില്ല. അതായത് പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതെ വന്നിട്ടില്ല. പ്രശ്നങ്ങളൊക്കെ തോന്നിയ വണ്ടികൾ കൊടുക്കുകയും മേടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. അതെല്ലാം ഞാൻ മാന്യമായിട്ട് പരിഹരിച്ചു എന്നാണ് ഇതുവരെ എൻ്റെ ഉള്ള വിശ്വാസം. അങ്ങനെ പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ എന്താ പറയുന്നത്, ഏറ്റവും വില കുറച്ചും ഏറ്റവും നല്ല വണ്ടികളും കൊടുക്കുന്നതാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അതിനപ്പുറമൊന്നും എനിക്കൊന്നും പറയാനില്ല. എല്ലാവരും എന്നാലും വിളിക്കാൻ ആരെങ്കിലും കൊണ്ടുവന്ന് കാണിക്കണം എന്നുള്ളതിൽ അണ്ണൻ്റെ തന്നെ എൻ്റെ വീഡിയോയിൽ എല്ലാവരും പറയുന്നത് ഇഞ്ചോള ചെയ്യ് എന്നുള്ളത് പറയുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഫാൾട്ടുകളൊക്കെ എല്ലാവരുടെ കയ്യിൽ നിന്ന് സംഭവിക്കും. അതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് സംഭവിക്കും. ഏറ്റവും വില കുറച്ചും മാന്യമായിട്ടും കൊടുക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാവരും സാധാരണതയിൽ താഴ്ന്നവരാണ് എൻ്റെ നിന്ന് വണ്ടി എടുക്കുന്നത്. പിന്നെ പ്രീമിയം വണ്ടികളൊന്നുമില്ല, എല്ലാം കുറഞ്ഞ വണ്ടികളാണ്. അപ്പോൾ വരുന്നവർക്ക് ധൈര്യമായിട്ട് വന്ന് എടുക്കാം. ആരെയും വിളിച്ചുകൊണ്ട് വരാത്തവർക്ക് ഞാൻ തന്നെയാണ് ഗ്യാരൻറ്റി. വിളിച്ചുകൊണ്ട് വരുന്നവർ ആ ഗ്യാരൻറ്റിയിൽ എടുക്കുക. വിലയുടെ ഭാഗങ്ങളെല്ലാം മാർക്കറ്റ് വിലയെക്കാട്ടി കുറവാണെന്നാണ് എൻ്റെ പൊതുവെയുള്ള ധാരണ. ഏതെങ്കിലും വണ്ടിയൊക്കെ വില കൂടിപ്പോയെന്ന് തോന്നുകയാണെങ്കിൽ അത് ക്വാളിറ്റിയിൽ അത്ര ഹൈ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഏതെങ്കിലും വില കൂടിപ്പോയെന്ന് തോന്നുന്നത്. അല്ലാതെ മാർക്കറ്റ് വിലയെക്കാട്ടിയൊന്നും ഒരു വണ്ടിയും കൂടുതലല്ലെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വിശ്വാസവും. പിന്നെ എല്ലാവർക്കും വന്ന് ധൈര്യമായിട്ട് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും വന്നാൽ ഞാനുണ്ട് കൂടെ എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. ഇട്ടിട്ട് ഓടെയൊന്നുമില്ല. ഒരു പ്രശ്നം വലുതായാലും ചെറുതായാലും ഒറ്റയ്ക്കായി പോകത്തൊന്നുമില്ല. ഞാൻ അതിന് പരിഹാരം ചെയ്യും. പരിഹാരം ചെയ്യില്ലെങ്കിൽ നിങ്ങളിത് കമൻറ്റ് ചെയ്യണം. ഓക്കെ 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 അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം തീർന്നിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള മാന്യമായ വണ്ടികളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ വീഡിയോ അല്പം സ്പീഡായി പോയി കണ്ടില്ല, ഇരുട്ടായി, മൊത്തത്തിൽ ഇരുട്ടായി. അപ്പം അവസാനത്തെ 1-2 വണ്ടിയുടെ ഒന്നും അകം എനിക്ക് നേരെ കാണിച്ചു തരാൻ പറ്റില്ല. ആ 7 സീറ്റർ വണ്ടിക്ക് നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല വൃത്തിയായിട്ടാണ് ആ വണ്ടി ഇരിക്കുന്നത്. വേറെ കംപ്ലയിൻസുകളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അതേപോലെ അതിന് തൊട്ട് മുമ്പ് കാണിച്ച KL27B7117 എന്ന് പറയുന്ന സ്വിഫ്റ്റ്, ആ വണ്ടിക്ക് അകം സീറ്റ് കവർ ഇല്ല കേട്ടോ. സീറ്റ് കവറിനെ പറ്റി ഞാൻ പറഞ്ഞോ എന്തോ, പക്ഷേ ഞാൻ പറഞ്ഞതാണ് സീറ്റ് കവറായിട്ട് ചെയ്തില്ല, നോർമലാണ് കിടക്കണേ. പക്ഷേ വണ്ടിക്ക് അകമൊക്കെ വൃത്തിയാണ്. കാരണം അത് അത്രയ്ക്കും നല്ലപോലെ പതിഞ്ഞോന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. ക്ലാരിറ്റി വെട്ടം കിട്ടിയോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം വീഡിയോ എല്ലാവർക്കും ഉപകരിച്ചാണോ എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ വീഡിയോ അതിൻ്റെ ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.